ഹലോ. ഒരു സാറ്റർഡേ ഈവനിങ് മൂവി നൈറ്റ് വ്ലോഗാണ്. ഒരു ഈസി ഹെൽത്തി ഡിന്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ ഡിന്നർ മെനു എന്ന് പറയുന്നത് ചിക്കൻ സലാഡും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഐസ് ടീ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അച്ഛന് കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ചിക്കൻ സലാഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മസാലയ്ക്ക് പുരട്ടി കുറച്ച് നേരം വെക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതിന് ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് നല്ല മാംസം കാണും, എല്ലില്ലാത്ത ഭാഗം ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഞാൻ കത്തി വെച്ചിട്ട് 2 സൈഡിലും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ പുരട്ടുന്ന മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. നമ്മൾ അധികം നേരമൊന്നും ഇതിനെ മസാലയൊന്നും പുരട്ടി വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് കുത്തി കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല മുളക് പൊടി, കുറച്ച് കശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് നമ്മൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റും കാണത്തില്ല. ചിക്കൻ സാലഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ മസാലകൾ നമുക്ക് കാണാം, കഴിക്കുമ്പോൾ ആ ചെറിയൊരു മസാലയുടെ ടേസ്റ്റ് മാത്രമേ വരാവൂ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മിക്സ് ഹെർബ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പാസ്ത പിസയ്ക്കൊക്കെ ആഡ് ചെയ്യത്തില്ല, അതിൻ്റെ ഒരു മിക്സ് ഹെർബാണ്. അല്ലെങ്കിൽ ഈ മിക്സ്ഡ് ഹെർബ് ഇല്ലെങ്കിൽ അതിൽ പകരം ഒറിഗാനോ ആഡ് ചെയ്താലും മതി. പിന്നെ ഞാനതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റിന് ആവശ്യത്തിന്. പിന്നെ ലെമൺ, ഒരു പകുതി ലെമൺ പിഴിഞ്ഞ് ഞാൻ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഐസ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കി വന്നാൽ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കുടിക്കാമല്ലോ. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ ഗ്രീൻ ടീ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഗ്രീൻ ടീ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാ ചായപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീൻ ടീ എടുക്കുന്നത്. എന്നിട്ട് ഇത് കുറച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനെ ആറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡിൽ വെക്കും. ആറിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നമ്മളത് കുടിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് അതപ്പോൾ നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ നമുക്കത് തണുത്ത് വരുമ്പോൾ പിന്നെ നമുക്കത് ഐസൊക്കെ ഇട്ട് ലെമണൊക്കെ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്കത് കുടിക്കാനായിട്ട് എടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഐസ് ടീ ഇതാണോ എന്ന് വെച്ചാൽ അല്ല. ഐസ് ടീയിൽ സാധാരണ നമ്മുടെ ഈ ചായയുടെ നോർമൽ ചായപ്പൊടി ഇട്ടിട്ട് അതിൽ നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് തണുപ്പിച്ച് കുടിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറോളം മാത്രം വെച്ചാൽ മതി. അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഒലിവ് ഓയിലിന് പകരം സാധാ നോർമലി ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസ് അങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ അതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇടുകയാണ്. നമ്മുടെ ചിക്കൻ സാലഡിനെ ഒന്നും കൂടെ ചിക്കൻ സാലഡ് എന്ന് പറയുന്നതേ നമ്മൾ അതിൽ വെജിറ്റബിൾസും ഇടണം. ഞാനതിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് റെഡ്, യെല്ലോ, ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, ഒണിയൻ, പിന്നെ ലെറ്റ്യൂസിൻ്റെ ആ ഒരു ഗ്രീൻ ലീഫും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. സൈഡിൽ ചിക്കൻ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് വേവിക്കണ്ട. ചെറിയ സിമ്മിൽ വെച്ചിട്ട് അതിനെ അടച്ച് വെച്ച് അല്ലെങ്കിൽ അടയ്ക്കാതെ കുറച്ച് നേരം വേവിച്ചെടുത്താൽ മതി. ഞാൻ ഇതിനെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസിനെ. ഇനി ഞാൻ അതിൽ അകത്തെ ആ ഒരു കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കഴുകി ക്ലീൻ ചെയ്യാം. ഞാൻ ഈ ചിക്കൻ സാലഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീനും യെല്ലോ ഒക്കെ റെഡൊക്കെ ആയിട്ടുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത്രയും അലങ്കാരമൊന്നും വേണ്ട എന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിടാം. ക്യാരറ്റ് ഇടാം, അതുപോലെ തന്നെ ഈ ബേബി കോൺസ് ഒക്കെ കിട്ടില്ലേ, അത് നമുക്കിടാം. പിന്നെ ഈ ചെറിയ ചെറിയ ടൊമാറ്റോസ് വരത്തില്ലേ, ചെറി ടൊമാറ്റോസ് എന്ന് പറയുന്നത്, അതൊക്കെ നമുക്കിടാം. നമ്മുടെ കയ്യിൽ എന്താണോ ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിടാം. ഞാൻ ഇത് കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഈ ബെൽ പെപ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ഗ്രീനും റെഡും ഒക്കെ വാങ്ങിച്ചത്. നോർമലി നമുക്ക് ഗ്രീൻ കളറാണ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീനും റെഡും ഒക്കെ ചിലപ്പം എല്ലായിടത്തും കിട്ടണം എന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് വില കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സാധാരണ നമ്മുടെ ഈ ഗ്രീൻ ക്യാപ്സിക്കവും പിന്നെ സവാളയുണ്ടല്ലോ, സവാളയും പിന്നെ ക്യാരറ്റ്, അത് മാത്രം ഇട്ടാലും മതി. അതിനെ നമുക്ക് ക്യൂബായിട്ട് വേണം, കുറച്ച് വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സൈഡിൽ ചിക്കൻ എൻ്റെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഞാൻ എടുത്ത് ഇവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ആ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറുക്കാനെടുത്ത സെയിം എണ്ണ നമുക്ക് വേറൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6-8 വെളുത്തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് സേസ്മി സീഡ്സ് ആണ്. നമ്മുടെ ഈ എള്ളുണ്ടോ, വെള്ള കളറിലുള്ള എള്ളാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കതിനെ ഇളക്കി
അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസിന് നമുക്ക് ഭയങ്കരമായിട്ട് കുക്കൊന്നും ചെയ്യേണ്ട, അത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഒരുപാട് അതിനെ കുക്ക് ചെയ്ത് ഇല്ലാണ്ടാക്കണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് മിക്സ് ഹെർബും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ പിസ്സ പാസ്തയിലൊക്കെ ഇടുന്ന ആ ഒരു മിക്സ് ഹെർബാണ്. അതിലെല്ലാം ഉണ്ട്, ഒറിഗാനോ, പാസ്ലി, അങ്ങനെ കുറേ എല്ലാം കൂടെ വരുന്നതാണ് ആ മിക്സ് ഹെർബിലുള്ളത്. മിക്സ് ഹെർബ് ഇല്ലെങ്കിൽ നോർമൽ ഒറിഗാനോ ആഡ് ചെയ്താലും മതി. അപ്പം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. സൈഡിൽ ഞാൻ ഈ ഒരു ഇല, ഇത് നമ്മൾ സലാഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു സലാഡ് ഉണ്ടാക്കുന്ന, വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്ന ടൈമിൽ. ആ ടൈമിൽ ഞാൻ സെയിം ഇലയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ നന്നായിട്ട്, ആ ഇലേനെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കും. കാരണം അതിലെന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും അണുക്കളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷമാണ് ആ ഒരു ഇല അരിയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ സൈഡിൽ ഞാൻ അച്ഛന് വേണ്ടിയിട്ടുള്ള കോൾഡ് കോഫി റെഡിയാക്കുകയാണ്. ഞാനൊരു ബ്ലെൻഡർ ജാറിലേക്ക് കുറച്ച് പാലും അതിലേക്ക് പഞ്ചസാര, കോഫി പൗഡർ, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഹെർഷ്യസിൻ്റെ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കൊക്കോ പൗഡർ വേണമെങ്കിലും എടുക്കാം. ഇത് എൻ്റെ ഒരു വേർഷനാണ്. കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്, പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, വേറൊരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി കുറച്ചും കൂടെ അടിപൊളിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അടിപൊളി കോൾഡ് കോഫി പോലെ തന്നെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് നമുക്ക് കോൾഡ് കോഫി ഒഴിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ഗ്രീൻ ടീ ഞാനിനി എൻ്റെ ഐസ് ടീ ഉണ്ടാക്കാൻ പോവാണ്. ഗ്രീൻ ടീ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു പകുതി ലെമൺ മുറിച്ചിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ടീ ഞാനിതിലേക്ക് കൊണ്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഞാൻ വേറെ എപ്പോഴെങ്കിലും ഒക്കെ കുടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നുമല്ല ആഡ് ചെയ്യുന്നത്, എല്ലാം ഇന്ന് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. തേൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഞാൻ കുറേ നാളുകൊണ്ട് ഡയറ്റൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതെൻ്റെ പഴയ വീഡിയോ ആണ്. ഞാൻ പഴയ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊന്നും കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ ഭയങ്കര ഡയറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം എൻ്റെ ഡയറ്റൊക്കെ എവിടെയൊക്കെയോ മുടങ്ങിപ്പോയി. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. പക്ഷേ ഞാൻ ഏകദേശം 6-7 കിലോളം കുറച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേക്ക് വ്ളോഗൊക്കെ ചെയ്യണം. ആക്ച്വലി ഞങ്ങൾ എവിടെയൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ പ്ലാനില്ലായിരുന്നു. പക്ഷേ എല്ലാ പ്ലാനും ഇല്ലാണ്ടായി, നശിച്ച്. എൻ്റെ ഒരു 2 ഫ്രണ്ട്സ്, തലതെറിച്ച 2 ഫ്രണ്ട്സ് കാരണം പോക്കൊക്കെ മുടങ്ങി. അപ്പം അതിനുശേഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഞാൻ സർപ്രൈസായിട്ട് എൻ്റെ ഒരു മേക്ക് ഓവർ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്തായിരുന്നു, അതൊന്നും നടന്നില്ല. ഇതും പഴയ വീഡിയോ ആണ്. ഇനി വരാൻ പോകുന്ന വീഡിയോസ് ആയിരിക്കും ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതും ഞാൻ ഡയറ്റിനൊക്കെ മുമ്പ് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. എനിവേ എല്ലാം പ്ലാനൊക്കെ ഒരുമാതിരി ഇല്ലാണ്ടായി. ഞാനിവിടെ ചിക്കൻ സാലഡ് ഇതുപോലെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വെജിറ്റബിൾസും ഗ്രീൻ ലീഫും ചിക്കനൊക്കെ ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ഇട്ടെടുക്കുകയാണ്. നമ്മുടെ ഡിന്നർ ഇവിടെ റെഡിയാണ്. ഹെൽത്തി വേർഷൻ. ഇനി എൻജോയ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ എന്നെ കാണാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഭയങ്കര സംഭവമായിരിക്കും, അങ്ങനെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇച്ചിരി മാറ്റമൊക്കെ കാണുമായിരിക്കും.
അതല്ലാതെ ഭയങ്കര ഒരു ഇതൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ചീറ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് വ്ളോഗ് കൊണ്ടുവരുന്നതായിരിക്കും. ഞാൻ വീണ്ടും തുടങ്ങും പൂർവാധികം ശക്തിയോടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.